ആഷിക്കെ സംസ്ഥാന ഹർത്താലാണ്. നിതിൻ രാജിൻ്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ആക്ഷൻ കൗൺസിൽ നടത്തുന്ന ഹർത്താൽ. പക്ഷേ നിതിൻ രാജ് മരിച്ച് ഇത്രയും ദിവസമായി, നിതിൻ രാജിന് നീതി കിട്ടുന്നില്ല, കുടുംബത്തിന് 10 കോടി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാണ് ഈ പറയുന്ന ഹർത്താലും ഈ പറയുന്ന ആക്രമണങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഇത്തരം ഹർത്താലുകൾ കൊണ്ട് നിതിന് നീതി ലഭിക്കുമോ? അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ 10 കോടി നിതിന് കൊടുക്കാൻ സാധിക്കുമോ? 52 ദളിത് സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ഹർത്താൽ നടക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പല ഹർത്താലുകൾ കണ്ടിട്ടുണ്ട്. ദേശീയ ഹർത്താലിന് നടന്ന കാര്യങ്ങളൊന്നും നമ്മൾ മറന്നിട്ടില്ലല്ലോ. ഹർത്താലുണ്ടോ അവിടെ അക്രമങ്ങളും ഉണ്ടാവും. അക്രമങ്ങളില്ലാത്ത സമാധാനപരമായിട്ടുള്ള ഹർത്താലായിരിക്കുമെന്നാണ് ഈ ആക്ഷൻ കൗൺസിൽ അന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഹർത്താൽ തുടങ്ങിയതാ ഈ സമയമായി. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താലിൻ്റെ സമയം. ഇപ്പോൾ സമയം ഏകദേശം 2 മണിയോട് അടുത്തായി. കേരളത്തിൽ എത്രത്തോളം അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? സത്യമാണ്. ഇതാണോ സമാധാനപരമായുള്ള ഹർത്താൽ? ഓക്കെ, സത്യമാണ്. ഞാനിപ്പോൾ കുറച്ച് വീഡിയോകൾ നമുക്ക് അയച്ചു വന്നിരുന്നു. അതിൽ പത്തനംതിട്ട ബസ് സ്റ്റാൻഡ്, അടൂർ ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നടക്കുന്ന സമരങ്ങൾ കണ്ടു. ആംബുലൻസ് വഴി തടഞ്ഞിട്ടിരിക്കുന്നു, ക്യാൻസർ പേഷ്യൻറ്റിനെ വഴി തടഞ്ഞിട്ടിരിക്കുന്നു. ഞാൻ ചോദിച്ചതൊന്നുമല്ല ആഷിക്ക്, എനിക്ക് ഇതിൻ്റെ ഫാക്റ്റ്, ഇപ്പോൾ ഇത്രയും ദളിത് സംഘടനകൾ ഈ ഒരു വിഷയത്തിൽ ഒന്നു ചേർന്നിരിക്കുന്നു. നിതിന് നീതി കൊടുക്കാനായിട്ടാണ് ഇവർ ഈ പറയുന്ന സമരമൊന്നും പറഞ്ഞിറങ്ങിയിരിക്കുന്നത്. ഹർത്താൽ എന്ന് പറഞ്ഞാലും അക്ഷരാർത്ഥത്തിൽ ബന്ദാണ്, നിരോധിക്കപ്പെട്ട ബന്ദ് തന്നെയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് ഇതാണ്, നിതിൻ മരണപ്പെട്ട് ഇത്രയും ദിവസങ്ങൾ ഈ സംഘടനകൾ എവിടെയായിരുന്നു? ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണോ ഇതിനു വേണ്ടി പ്രതികരിക്കണം എന്നിവർക്ക് തോന്നിയത്? ഇത് വെറും പ്രഹസനമല്ലേ? ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഞങ്ങൾ കുറച്ച് സംഘടനകൾ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഞങ്ങളൊന്നും പോയിട്ടില്ല എന്ന് കാണിക്കുവാനായിട്ടുള്ള ഒരു പ്രഹസന നാടകമല്ലേ ഈ പറയുന്ന ഹർത്താൽ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകുന്ന ഒരു ക്യാൻസർ പേഷ്യൻറ്റിനോട് ചോദിക്കുമോ നിങ്ങൾ എന്തുകൊണ്ട് 10 ദിവസം കൊണ്ട് പോയില്ല എന്നുള്ളത്? ചെക്കപ്പ് നടത്താനുള്ള ഡേറ്റ് തീരുമാനിക്കുന്ന ഈ സമരക്കാരാണോ? അതായത് ഒരു വിദ്യാർത്ഥി മരിച്ചതിന് അതിൻ്റെ പല പല കാര്യങ്ങൾ ചെയ്യണം, പല വകുപ്പുകളിൽ നമുക്ക് പ്രഷർ ചെലുത്താം. പക്ഷെ ഒരു കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ അടച്ചുപൂട്ടാനുള്ള അധികാരം ഇവർക്ക് ആരാണ് നൽകിയത്? അല്ല, അത് മാത്രമല്ല മറ്റൊരു കാര്യം, ഈ ഡോക്ടർ റാം, അയാൾ കോടതിയിൽ കൊടുത്തിരിക്കുന്ന അപ്പീലിൽ അയാൾ താഴ്ന്ന ജാതിക്കാരനാണെന്നാണ് പറയുന്നത്. ഈ കോളേജിൻ്റെ അഫിലിയേഷൻ റദ്ദാക്കുക, റാമെ പിടിക്കുക, പിന്നെ നിതിൻ രാജിൻ്റെ കുടുംബത്തിന് 10 കോടി രൂപ നൽകുക എന്നീ ഡിമാൻഡുകളാണ് ഇവർക്കുള്ളത്. ഡിമാൻഡുകളെല്ലാം തന്നെ അംഗീകരിക്കാവുന്ന ഡിമാൻഡാണ്. കാരണം ആ ഒരു പയ്യൻ വളർന്ന് ഒരു ഡോക്ടറായി വന്നിരുന്നു, ഡെന്റൽ ഡോക്ടറായി വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അവൻ്റെ ആയുസ് കാലത്തെ സർവീസ് കൊണ്ട് അവൻ 10 കോടി സമ്പാദിക്കൂ എന്നിരിക്കട്ടെ. ചേട്ടാ, അതെന്ത് ലോജിക്കാണ്? ഞാൻ പറഞ്ഞത് എന്ത് ലോജിക്കാണ് അതിൽ? ഒരു കർഷകൻ ഇവിടെ ആത്മഹത്യ ചെയ്ത അവന്റെ കുടുംബത്തിന് വേണ്ടി സംസാരിക്കുക ഇതുപോലത്തെ ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കാൻ സമ്മതിക്കും. അവന്റെ അതില് ആ ഒരു കർഷകന്റെ ജാതിയോ മതമോ എന്തെങ്കിലും നോക്കി സമരം നടത്തിയിട്ടുണ്ടോ ഈ നാട്ടില്? ഇല്ല. ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കാൻ സമ്മതിക്കൂ. ആഷിക്കിൻ്റെ വികാരങ്ങൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ആ ക്യാൻസർ പേഷ്യൻറ്റിനെ വഴിയിൽ കിടത്തിയതിനകത്തുള്ള വികാര വിക്ഷോഭങ്ങളാണ് ആഷിക്കിൽ നിന്ന് പുറത്തു വരുന്നത്, എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഓക്കെ, കൂൾ ഡൗൺ. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, 10 കോടി ആയുസ് കാലം കൊണ്ട് ഈ പറയുന്ന നിതിൻ സമ്പാദിക്കും എന്നിരിക്കട്ടെ. നിതിൻ മരണപ്പെടുവാനുള്ള സാഹചര്യം ഈ പറയുന്ന കോളേജിൽ നിന്നുണ്ടായ മാനസിക പീഡനം മാത്രമല്ല എന്നും ഈ പറയുന്ന ലോൺ ആപ്പിൻ്റെ ഒരു വിഷയവും പറയുന്നുണ്ട്. ഈ അധ്യാപിക ഈ പറയുന്ന നിതിനെ ആ ക്ലാസ് റൂമിൽ വെച്ച് സംസാരിക്കുന്ന CCTV ഫുട്ടേജുകൾ വെളിയിൽ വന്നതിൽ വെച്ച് നിതിനെ അവർ വർഗീയ അധിക്ഷേപം നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല. റാം എന്ന് പറയുന്ന വ്യക്തി ഓക്കെ, അയാൾ ചെയ്തു എന്ന് പറയുന്നു. ഇപ്പോൾ റാം കൊടുത്തിട്ടുള്ള അയാളുടെ ആ ഒരു കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ അയാൾ ഒരു താഴ്ന്ന ജാതിയാണെന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, താഴ്ന്ന ജാതിയായിട്ടുള്ള റാം താഴ്ന്ന ജാതിയിൽപ്പെട്ട നിതിനെ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞ് ഈ പറയുന്ന നിതിൻ ആത്മഹത്യ ചെയ്യുന്നു. ഒരു BDS വിദ്യാർത്ഥി, അയാൾ അവിടം വരെ എത്തിയത് എന്തായാലും അത്യാവശ്യം തലച്ചോറും ചിന്തയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആയിരിക്കില്ലേ? സ്വന്തം അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരിയുണ്ട് എന്നുള്ള ചിന്തകളെല്ലാം മറന്നുകൊണ്ട് ആത്മഹത്യയിലേക്ക് ചാടി പുറപ്പെട്ടത് തെറ്റല്ലേ ആഷിക്ക്? ഇന്നത്തെ ഈ ഹർത്താലിന്റെ പ്രശ്നത്തിലേക്ക് നിതിൻ രാജിനെയോ അല്ലെങ്കിൽ അത് നിതിൻ രാജിന്റെ കുടുംബത്തെയോ വലിച്ചിടേണ്ട ആവശ്യമല്ല. എനിക്ക് പറയാനുള്ളത്, ഒരു കൂട്ടം അക്രമകാരികൾ നടത്തുന്ന അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആഷിക് ഇവര് നിതിൻ രാജിന്റെ പേരിൽ ഈ ഹർത്താൽ നടത്താൻ പാടില്ല.
മരണപ്പെട്ടു പോയ നിതിനെ ഇവിടെ ഉയർത്തിക്കൊണ്ട് വന്നത് ഞാനല്ല. ഇപ്പോൾ ആഷിക്ക് പറഞ്ഞ ഒരു ലോജിക്കേ അല്ല. ആഷിക്ക് എന്താണ് പറഞ്ഞത്? നിതിന്റെ കുടുംബത്തിന്റെയും പേര് നിതിന്റെയും കുടുംബത്തിന്റെയും പേരിലേക്ക് വലിച്ചിടരുത്. നിതിന്റെയും കുടുംബത്തിന്റെയും പേരിൽ കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഈ കുടുംബം പ്രതികരിക്കുന്നില്ല എന്ന് ഞാൻ ചോദിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? കാരണം ആഷിക്ക് ഞാൻ ചോദിക്കട്ടെ, ആ പ്രതികരിക്കേണ്ടത് ആരാണ്? ആ കുടുംബമാണ് പ്രതികരിക്കേണ്ടത്. അവരെന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഈ പറഞ്ഞ സംഘടനകൾ, ആ കുടുംബത്തെ സംരക്ഷിക്കാനായിട്ട് ഈ സംഘടനകളെല്ലാം കൂടി ശ്രമിക്കാൻ നടക്കില്ലേ? എന്തുമാത്രം ഫണ്ട് ഒരു സംഘടനയ്ക്ക് വരുന്നുണ്ടെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ ആഷിക്കിനറിയാം. നല്ല രീതിയിൽ ഫണ്ടിലായി സംഘടന നടത്തുമോ? ഇന്ന് രാവിലെ മുതൽ വരുന്ന വിഷ്വലുകളിൽ കുഞ്ഞുങ്ങളുമായി KSRTC സ്റ്റാൻഡിൽ രാത്രി 12 മണി മുതൽ കുടിവെള്ള വിലയിരിക്കുന്ന അമ്മമാരുടെ വിഷ്വൽസ് വരുന്നുണ്ട്. നിതിന്റെ അമ്മ മാത്രമാണോ അമ്മ? അല്ലെങ്കിൽ നിതിന്റെ അച്ഛൻ മാത്രമാണോ അച്ഛൻ? ബാക്കിയുള്ളവരൊന്നും അച്ഛനും അമ്മമാരും അല്ലേ? അവർക്കൊന്നും കുടുംബമില്ലേ? ഈ ക്യാൻസർ പേഷ്യന്റ് ഈ പൊരിവേലത്ത് അവനെ വഴിയിൽ തടഞ്ഞിട്ടിരിക്കുന്നു. എന്ത് ഈ നിതിന് മാത്രമേ അച്ഛനും അമ്മയുള്ളൂ? ഒരച്ഛൻ്റെ അമ്മയുടെയും മകനാണ് ആ ക്യാൻസർ പേഷ്യന്റ്, അല്ലെങ്കിൽ ഒരച്ഛനാണ് അയാള്, അല്ലെങ്കിൽ ഒരു സഹോദരനാണ് അയാള്. അപ്പോ ഒരിക്കലും ഫാക്റ്റ് എന്ന പേരിൽ ഈ പ്രശ്നത്തെ മായ്ക്കാനായിട്ട് നോക്കണ്ട. കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പോലീസ് അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട്. സംഗീത ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. അവർ വ്യക്തിപരമായി ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ടും സാക്ഷിമൊഴികളിൽ ഇവർ കുട്ടികളെ ഉപദ്രവിക്കുന്ന ഒരു ടീച്ചർ അല്ല എന്നുമുള്ള കാരണത്താൽ ഈ പറയുന്ന സംഗീതയെ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. റാം ഇപ്പോഴും ഒളിവിലാണ്. റാമിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. പിന്നെ ഇത്തരം പ്രഹസനങ്ങളാവാം, പക്ഷേ കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് നടത്തുന്ന ഇത്തരം പ്രഹസനങ്ങൾ കണ്ടില്ല എന്നടിക്കാൻ ആർക്കും പറ്റില്ല. അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യും. അതിൻ്റെ പേരിൽ നിതിൻ്റെ കുടുംബത്തെ വലിച്ചിട്ടത് തെറ്റായ ഒരു പ്രവണത തന്നെയാണ്. ഇവർക്ക് ഈ പറഞ്ഞ ദളിത് സംഘടനകൾക്ക് അവർക്കൊരു കാരണമുണ്ടാക്കി ചെയ്യാം. അതിലേക്ക് നിതിൻ്റെ പേര് വലിച്ചിടാൻ പാടില്ല, അല്ലെങ്കിൽ നിതിൻ്റെ പേര് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ചേട്ടാ, അതായത് ഒരു കൂലിപ്പണിക്കാരന് ഒരു ദിവസം കിട്ടുന്ന എത്ര രൂപയെ മാക്സിമം നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കണക്കനുസരിച്ചിട്ട് 800 മുതൽ 900 വരെ മേടിക്കുന്നവരുണ്ട്, 1000 രൂപയും മേടിക്കുന്നവരുണ്ട്. അത് പണിക്കനുസരിച്ചാണ്. ഒരു ദിവസത്തെ പണിക്കൂലി നഷ്ടപ്പെട്ട ഉണ്ടാവുന്ന ഒരു ലോസ് ഉള്ള കുടുംബങ്ങൾ ഒരുപാടുണ്ടല്ലോ. ഒരു ദിവസം പണിക്ക് പോയില്ലെന്നുണ്ടെങ്കിൽ കഞ്ഞി വെക്കാൻ സാധിക്കാതെ പോകുന്ന കുടുംബങ്ങളുണ്ട്. അതുപോലുള്ളവരുടെ ജോലി തടസ്സപ്പെടുത്തി അവർ ഒരു കേരളത്തെ മുഴുവനായിട്ട് ജയിൽ കൂട്ടിൽ അടച്ചിരിക്കുന്ന രീതിയിലുള്ള ഒരു ഹർത്താലാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഒരു ഹർത്താലും മറ്റു രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്ന ഹർത്താലും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇവിടെ ഒരു വ്യത്യാസമില്ല. ഇത് ശരിക്കും പറഞ്ഞ ഹർത്താലല്ല. നിതിൻ രാജിന്റെ പേരിൽ ഒരു കൂട്ടം തെമ്മാടികൾ നടത്തുന്ന അഴിഞ്ഞാട്ടം, അല്ലെങ്കിൽ താന്തോന്നിത്തരം, അല്ലെങ്കിൽ ആവാസത്തരം. ഇതിനെ ഹർത്താൽ എന്നൊന്നും പറയണ്ട, ഇത് ബന്ദാണ്, നിരോധിക്കപ്പെട്ട ബന്ദ്.